കുറച്ച് സംസാരിച്ച് അല്ലെങ്കിൽ പാടിക്കഴിയുമ്പോൾ ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെടാറുണ്ടോ? തൊണ്ടയിൽ എപ്പോഴും എന്തെങ്കിലും തടഞ്ഞിരിക്കുന്നതായി തോന്നാറുണ്ടോ? കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ശബ്ദത്തിന് ക്ഷീണം തോന്നാറുണ്ടോ? എന്നാൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ കൃഷ്ണേന്ദു എസ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റാണ്. നമ്മളിൽ പലരും പല്ലിൻ്റെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകാറുണ്ട്. എന്നാൽ നമ്മുടെ ശബ്ദത്തിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ വോക്കൽ ഹൈജീനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം? നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ചില ചെറിയ ശീലങ്ങൾ പോലും ശബ്ദപ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ശബ്ദത്തെ മോശമായി ബാധിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണെന്നും ശബ്ദം എപ്പോഴും ക്ലിയറായും ആരോഗ്യത്തോടെയും നിലനിർത്താൻ നമ്മൾ ദിവസേന ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നോക്കാൻ പോകുന്നത്. കൃത്യമായ ജലാംശം നിലനിർത്തുക. നമ്മുടെ വോക്കൽ ഫോർഡുകൾ ഒരു സെക്കൻഡിൽ ആയിരക്കണക്കിന് തവണയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവയുടെ സുഗമമായ പ്രവർത്തനത്തിന് ജലാംശം ആവശ്യമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം ആ നിമിഷം തന്നെ വോക്കൽ ഫോർഡ്സിൽ എത്തുന്നില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം ആദ്യം ആമാശയത്തിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് വോക്കൽ ഫോർഡ്സിൽ എത്താൻ സമയമെടുക്കും. ഒരുപാട് വെള്ളം ഒന്നിച്ച് കുടിക്കുന്നതിനേക്കാൾ ദിവസം മുഴുവൻ കൃത്യസമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വോക്കൽ ഫോർഡ്സ് ഹൈഡ്രേറ്റഡ് ആവാൻ പ്ലെയിൻ വാട്ടറിൽ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. ശബ്ദത്തിനാവശ്യമായ വിശ്രമം. ശരീരത്തിലെ മറ്റു പേശികൾക്ക് വ്യായാമത്തിനു ശേഷം വിശ്രമം ആവശ്യമുള്ളതുപോലെ വോക്കൽ ഫോർഡ്സിനും വിശ്രമം ആവശ്യമാണ്, പ്രത്യേകിച്ച് ടീച്ചേഴ്സ്, സിംഗേഴ്സ് പോലുള്ള പ്രൊഫഷണലുകൾക്ക്. ദിവസം 2 തവണയെങ്കിലും 10 മുതൽ 15 മിനിറ്റ് വരെ ഒരു വാക്കുപോലും സംസാരിക്കാതെ വോക്കൽ ഫോർഡ്സിന് പൂർണ്ണമായ വിശ്രമം നൽകുക. ആംപ്ലിഫിക്കേഷൻ. വലിയൊരു ഗ്രൂപ്പിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നതിന് പകരം ചെറിയ പേഴ്സണൽ മൈക്രോഫോൺ ഉപയോഗിക്കുക. ഇത് വോക്കൽ ഫോർഡ്സിനുണ്ടാകുന്ന അമിത സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ശരിയായ പോസ്ചറും ശ്വസന രീതിയും. സംസാരിക്കാനുള്ള ഊർജം ലഭിക്കുന്നത് ശ്വാസത്തിൽ നിന്നാണ്. തോളുകൾ റിലാക്സ് ചെയ്ത് ശ്വാസം കൃത്യമായി പുറത്തുവിട്ടുകൊണ്ട് സംസാരിക്കുവാൻ ശീലിക്കുക. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ: തൊണ്ട ക്ലിയർ ചെയ്യുന്നതും ചുമയ്ക്കുന്നതും. പലർക്കും സംസാരിക്കുന്നതിനിടയിൽ എന്ന് തൊണ്ട ക്ലിയർ ചെയ്യുന്ന ശീലമുണ്ട്. നമ്മൾ ഈ രീതിയിൽ തൊണ്ട ക്ലിയർ ചെയ്യുമ്പോൾ വോക്കൽ ഫോർഡ്സ് ശക്തമായി ഇടിക്കുന്നു. ഇത് വോക്കൽ ഫോർഡ്സിന് ഡാമേജ് ഉണ്ടാക്കുന്നു. ശക്തമായി ചുമയ്ക്കുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. തൊണ്ട ക്ലിയർ ചെയ്യുന്നതിന് പകരം തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഉമിനീര് ശക്തമായി ഇറക്കുക, അല്ലെങ്കിൽ ഒരു സിപ്പ് ചെറു ചൂടുവെള്ളം കുടിക്കുക. രഹസ്യം പറയുന്നത് പോലെ സംസാരിക്കുന്നത് സ്ട്രെയിൻ കുറവാണെന്നാണ് പലരുടെയും വിശ്വാസം. അതിനാൽ ഡോക്ടർ വോയിസ് റെസ്റ്റ് പറയുമ്പോൾ രഹസ്യം പറയുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങും. പക്ഷേ ഇത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. രഹസ്യം പറയുന്നത് പോലെ സംസാരിക്കുന്നത് വോക്കൽ ഫോർഡിൻ്റെ പേശികൾക്ക് ഇരട്ടി സ്ട്രെയിനാണ്. ഇത് വോയിസ് പ്രശ്നങ്ങൾ കൂട്ടാൻ കാരണമാകും. സൗണ്ട് കുറച്ച് സംസാരിക്കുക. രഹസ്യം പറയുന്നത് പോലെ സംസാരിക്കാതിരിക്കുക. ഡയറ്ററി ട്രിഗേഴ്സ്. വയറിലെ ആസിഡ് മുകളിലേക്ക് വന്ന് തൊണ്ടയിലെത്തി വോക്കൽ ഫോർഡ്സിനെ ബാധിക്കുന്ന അവസ്ഥയാണിത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശബ്ദത്തിന് മാറ്റം വരിക, തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിരിക്കുന്നത് പോലെ എപ്പോഴും തോന്നുക, ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. കാപ്പി, ചായ, ആൽക്കഹോൾ ഇവയെല്ലാം തൊണ്ട പെട്ടെന്ന് ഡ്രൈ ആകാൻ കാരണമാകും. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. എരിവും പുളിയുമുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഉച്ചത്തിൽ വിളിക്കുന്നതും അലറുന്നതും. ദേഷ്യം വരുമ്പോഴും ആവേശം വരുമ്പോഴും പലരും വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയും കൂകി വിളിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ വോക്കൽ ഫോർഡ്സ് വളരെ ശക്തമായി പരസ്പരം കൂട്ടിയിടിക്കുന്നു. ഇത് തൽക്ഷണം വോക്കൽ ഫോർഡ്സിൽ രക്തസ്രാവം ഉണ്ടാകാനും അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന വീക്കത്തിനും കാരണമാകുന്നു. കുട്ടികളെ വിളിക്കുന്നതിനോ വഴക്കു പറയുമ്പോഴോ അമിതമായി ശബ്ദമുയർത്താതെ ഇരിക്കുക. അമിതമായി സംസാരിക്കുന്നതും പാടുന്നതും. ദിവസം മുഴുവൻ ഫോണിൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു റിഹേഴ്സലിന് വേണ്ടി മണിക്കൂറുകളോളം പാടുകയും ചെയ്യുമ്പോൾ ഇത് വോക്കൽ ഫോർഡ്സിനെ അമിതമായി തളർത്തും. വിശ്രമമില്ലാത്ത അമിതമായ ഉപയോഗം വോക്കൽ ഫോർഡ്സിന് വീക്കമുണ്ടാകാൻ കാരണമാവും.
ഇൻഫെക്ഷൻസ് ഉള്ളപ്പോൾ സംസാരിക്കുന്നത്. ജലദോഷം, തൊണ്ടവേദന, അലർജി എന്നിവ ഉള്ളപ്പോൾ വോക്കൽ ഫോഴ്സ് വീർത്തിരിക്കും. ഈ അവസ്ഥയിൽ അധികം സംസാരിക്കുന്നതും പാടുന്നതും വോക്കൽ ഫോഴ്സിൽ നീർവീക്കം, പോളിപ്പ് എന്നിവ വരാൻ കാരണമാകുന്നു. ജലദോഷവും ഇൻഫെക്ഷനും ഉള്ളപ്പോൾ പാടുന്നതും ഉച്ചത്തിൽ സംസാരിക്കുന്നതും ക്ലാസ് എടുക്കുന്നതും ഒഴിവാക്കുക. അമിതമായി കരയുന്നതും ചിരിക്കുന്നതും. സന്തോഷമായാലും സങ്കടമായാലും അമിതമായി ചിരിക്കുന്നതും കരയുന്നതും വോക്കൽ ഫോഴ്സിലെ പേശികൾ കൂടുതൽ മുറുകാനും ഇരട്ടി സ്ട്രെയിൻ ഉണ്ടാകാനും കാരണമാകുന്നു. വികാരം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ അത് വോക്കൽ ഫോഴ്സിനെ സമ്മർദ്ദത്തിലാക്കുന്ന അലർച്ച പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്വന്തം ശബ്ദപരിധിക്കപ്പുറം പാടുന്നത്. ഒരു ഗായകൻ സ്വന്തം വോക്കൽ റേഞ്ചിൻ്റെ ഏറ്റവും താഴ്ത്ത ടോണിലോ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ടോണിലോ കൂടുതൽ നേരം പാടുന്നത് വോക്കൽ ഫോഴ്സിന് സ്ട്രെയിൻ ഉണ്ടാക്കും. ഇത് കാരണം ശബ്ദം പൂർണ്ണമായി നഷ്ടമാകാൻ വരെ കാരണമാകും. പാട്ടുപാടുന്നവർ സ്വന്തം വോക്കൽ റേഞ്ച് തിരിച്ചറിഞ്ഞ് അതിൽ തന്നെ നിന്ന് പാടാൻ ശ്രമിക്കുക. സ്മോക്കിംഗ്. പുകവലിക്കുമ്പോൾ വോക്കൽ ഫോഴ്സിൽ കണ്ടിന്യൂസായി ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. ദീർഘകാലം പുകവലിക്കുന്നവരുടെ ശബ്ദം മാറുകയും ശബ്ദം വേഗം തളർന്നു പോവുകയും അവരുടെ ശബ്ദം പരുപരുത്തതായി മാറുകയും ചെയ്യുന്നു. ദീർഘകാലം പുകവലിക്കുന്നത് ശ്വാസകോശത്തിനും വോക്കൽ ഫോഴ്സിനും മാരകമായ പ്രശ്നങ്ങളുണ്ടാക്കാൻ കാരണമാകുന്നു. സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങിലും ഈ സെയിം പ്രശ്നങ്ങളെല്ലാം കണ്ടുവരുന്നുണ്ട്. പുകവലിക്കാതിരിക്കുക, അതുപോലെ പുകവലിക്കുന്നവരുടെ അടുത്ത് അധിക സമയം ചെലവഴിക്കാതിരിക്കുക.